വെൽക്കം ടു ഗ്രേഡിയൻറ്റ് RRB ജനറൽ സയൻസ് ഫിസിക്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഫിസിക്സിലെ 5ാമത്തെ പാർട്ടാണ്. അപ്പോൾ പാർട്ടുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നമ്മളൊരു 20 മിനിറ്റിൽ താഴെയുള്ള ക്ലാസ്സുകളാണ് മാക്സിമം എന്ത് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൽ കുറച്ച് ടോപ്പിക്കുകൾ എന്ത് ചെയ്യാറുള്ളൂ, ഉൾക്കൊള്ളിക്കാറുള്ളൂ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു, ഇപ്പോൾ റെയിൽവേക്ക് നിങ്ങൾ നോക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ മറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം, മറ്റ് ജോലികൾ ചെയ്യുന്നവരായിരിക്കാം അല്ലേ. അപ്പോൾ അതിനിടയിൽ ചെറിയൊരു സമയം നമ്മൾ മാറ്റി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ സയൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ചെറിയ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. മാത്രമല്ല, ഒരു 20 മിനിറ്റിന് മുകളിലൊക്കെ ഉള്ള ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കാണുക, അല്ലെങ്കിൽ അത് കണ്ടതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, നമുക്കൊരു 20 മിനിറ്റൊക്കെ നമ്മുടെ മാക്സിമം ശ്രദ്ധ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിനകത്ത് ഉൾക്കൊള്ളുന്ന ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ജനറൽ സയൻസിൻ്റെ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ക്ലാസ് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന്. ഓക്കെ, അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് റിഫ്രാക്ഷനും അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്, ലൈറ്റ് ഒബ്ലിക്കലായിട്ട് അല്ലേ ചരിഞ്ഞുകൊണ്ട് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പോകുന്ന സമയത്ത് എന്ത് പറ്റും, ആ ലൈറ്റിൻ്റെ പാത്തിനൊരു ചേഞ്ച് ഉണ്ടാകുമെന്നും അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് പോയിന്റ് എന്താണ്, ലോസ് ഓഫ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ അടിസ്ഥാനമായിട്ടുള്ള നിയമം എന്താണ്? സിമ്പിളാണ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിരുന്നു, അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആണെന്ന് നമ്മൾ അവിടെ പഠിച്ചു. അപ്പോൾ അതുപോലെ ഇവിടെയും ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്രാക്റ്റഡ് ആംഗിളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ചത്, നമുക്കൊരു ബേസിക് റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും അല്ലേ, ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും, ഒരു റിഫ്രാക്റ്റഡ് റേ ഉണ്ടായിരിക്കും അല്ലേ. ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ്, ഒരു റിഫ്രാക്റ്റഡ് റേ ഉണ്ടായിരിക്കും. അവർക്കിടയിൽ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പറയുന്നത്, നമ്മുടെ നിയമത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും അവിടെ നമ്മൾ വരയ്ക്കുന്ന നോർമലും എന്തായിരിക്കും, ഒരേ പ്ലെയിനിലായിരിക്കും. എവിടെയായിരിക്കും, ഒരേ പ്ലെയിനിലായിരിക്കും. രണ്ടാമത്തെ നിയമത്തിലാണ് വ്യത്യാസം. നമ്മൾ റിഫ്ലക്ഷനിൽ പറഞ്ഞ പോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ എന്ന പോലെ ഇവിടെ പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ആ ലൈറ്റ് റേ എന്ത് ചെയ്യാണ്, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് വരുന്ന സമയത്ത് എന്ത് പറ്റും, ഒന്നുകിൽ ഇത് നോർമലിന് അടുത്തേക്ക് ബെൻഡ് ചെയ്യും, അല്ലെങ്കിൽ നോർമലിൽ നിന്ന് ദൂരേക്ക് ബെൻഡ് ചെയ്യും. അപ്പോൾ അടുത്തായാലും ദൂരെ ആയാലും ഉറപ്പായിട്ടും ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് തുല്യമായിരിക്കില്ല ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ പിന്നെ എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ റിലേഷൻ പറഞ്ഞത് ഒരു നിയമത്തിലൂടെയാണ്. ആ നിയമത്തിൻ്റെ പേരാണ് സ്നെൽസ് ലോ. എന്താണ് സ്നെൽസ് ലോ? സ്നെൽസ് ലോയിൽ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈക്വൽ അല്ല, പക്ഷേ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ സൈൻ വാല്യൂവും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെ സൈൻ വാല്യൂവും എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് രണ്ട് മീഡിയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ കൺഫ്യൂഷനായി അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് പോകുന്നത് സപ്പോസ് ഞാൻ പറയുകയാണ് എയറിൽ നിന്നും വാട്ടറിലേക്കാണ്. എയറിൽ നിന്നും എന്താണ്, വാട്ടറിലേക്കാണ്. അപ്പോൾ ഞാൻ ലോകത്ത് എവിടെ നമ്മൾ എയറിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റിനെ കടത്തി വിട്ടാലും ലൈറ്റ് റേ വരുന്നു, അത് ഏതെങ്കിലും ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്നു എന്നിരിക്കട്ടെ, അവിടെ ഉറപ്പായിട്ട് ലൈറ്റ് റേ ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന I ആണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന R ആണ്. അങ്ങനെ ഞങ്ങൾ സ്നെൽസ് ലോ പറഞ്ഞത്, ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ സൈൻ വാല്യൂ ഞാൻ എടുക്കുകയാണ് സൈൻ I ബൈ റേഷ്യോ എന്ന് വെച്ചാൽ ഡിവിഷൻ എന്നാണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ്, ബൈ സൈൻ R എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വാല്യൂ, ഞാൻ സപ്പോസ് ഇപ്പോൾ 3 എന്ന് പറഞ്ഞു എങ്കിൽ, ഞാൻ ഇതേ ലൈറ്റിനെ മറ്റൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ കൊണ്ടുവന്ന് ഇവിടെ ഇടിപ്പിച്ചു. അപ്പോൾ മറ്റൊരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എനിക്ക് കിട്ടി എങ്കിൽ അവിടുത്തെ സൈൻ I ബൈ സൈൻ R ഞാൻ എടുത്താൽ എനിക്ക് കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും, 3 ആയിരിക്കും. ഇനി ഞാൻ വേറൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ കൊണ്ടുവന്നാൽ അപ്പോൾ ഉണ്ടാവുന്നതിൻ്റെ സൈൻ I ബൈ സൈൻ R എന്തായിരിക്കും, എയറിനും വാട്ടറും എന്ന മീഡിയമാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ആ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് സൈൻ Iയും സൈൻ R, അല്ലെങ്കിൽ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും വരുന്നത്. സോ
സ്നെൽസ് ലോ പറഞ്ഞത് ദ റേഷ്യോ ഫോർ എ ഗിവൺ പെയർ ഓഫ് ടു മീഡിയം, അതായത് നമ്മൾ എല്ലാ മീഡിയത്തിൻ്റെ അല്ല പറയുന്നത്, എയർ വാട്ടറും ആണെങ്കിൽ എയറും വാട്ടറും, ഗ്ലാസും എയറും ആണെങ്കിൽ ഗ്ലാസും എയറും, എയറും ഡയമണ്ടും ആണെങ്കിൽ എയറും ഡയമണ്ടും, ഏത് ഗിവൺ രണ്ട് പെയർ ഓഫ് മീഡിയത്തിലും നമ്മൾ അവരുടെ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെയും സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെയും റേഷ്യോ എടുത്താൽ ആ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ആ കോൺസ്റ്റൻറ്റ് ആയിരിക്കും എന്ന് പറയുന്ന നിയമത്തിൻ്റെ പേര് സ്നെൽസ് ലോ. ആ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത് എന്താണ്? ഈ പറയുന്ന വാല്യൂവിനെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് നമ്മളിവിടെ പറയുകയാണ് സൈൻ ഐ ബൈ സൈൻ ആർ വിൽ ബി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതിനെ എൻ എന്നോ അല്ലെങ്കിൽ മ്യൂ എന്നോ വിളിക്കാം. ഓക്കെ, എൻ സി ആർ ടിയിൽ എൻ എന്നും ചില ടെക്സ്റ്റ് ബുക്കിൽ മ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. സോ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എൻ, ദാറ്റ് ഇസ് എൻ ഇസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. അതാണ് ദാ ഇവിടെ കൊടുത്തേക്കുന്നത്. സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുന്നത് V1 ബൈ V2 ഈക്വലാണ്, അത് λ1 ബൈ λ2 ഈക്വലാണ്, അല്ലെങ്കിൽ എന്തിന് ഈക്വലാണ്? എന്നിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ എന്താ ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ എന്താണ്? സൈൻ ഐ ബൈ സൈൻ ആർ എടുക്കുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റൻ്റ് ഒക്കെ ആണെങ്കിലും അതിനൊരു അർത്ഥമുണ്ട്. അപ്പോൾ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ലൈറ്റ് റേ എത്രത്തോളം അവിടെ ബെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ബെൻഡ് ചെയ്യും. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ അവിടെ ലൈറ്റ് റേക്ക് എത്രത്തോളം ബെൻഡിങ് സംഭവിക്കുമെന്ന് നമ്മളെ പ്രഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വാല്യൂ ആണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. എന്താണെന്ന് പറയുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറയാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്തുവാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ മെഷർ ആണെന്ന് നമുക്ക് പറയാം. എന്തെന്ന് പറയാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു മീഡിയത്തിലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ മെഷർ എന്ന് പറയാം. നമുക്കറിയാം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ അതുവഴിയുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റി കുറയും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ അവിടെയുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ മെഷറാണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടുത്തെ ലൈറ്റിൻ്റെ വെലോസിറ്റി കുറവായിരിക്കും എന്നാണ്. അതപ്പോൾ നമുക്ക് പറയാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ്. അതായത് ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അവിടുത്തെ ലൈറ്റിൻ്റെ വെലോസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. വിച്ച് മീൻസ് ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ ആ മീഡിയം ഒരു ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ആയിരിക്കും. ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ അതൊരു ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്. കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് സത്യത്തിൽ എന്താണ്? അത് ആ മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ കാണിക്കുന്ന ഒരു ടേമാണ്. അതുകൊണ്ടാണ് സൈൻ ഐ ബൈ സൈൻ ആർ ഒക്കെ എടുക്കുമ്പോൾ കിട്ടുന്നത് എന്താ? റിഫ്രാക്ഷൻ ഉള്ളതുകൊണ്ടല്ലേ. ആ റിഫ്രാക്ഷൻ ഉണ്ടാകാൻ കാരണം എന്താ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ടാകുന്ന വ്യത്യാസം. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ മെഷർ തന്നെയാണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ വെലോസിറ്റി കുറയുമെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയാലും വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. അതായത് ഇപ്പോൾ ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എപ്പോഴും 1/v ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഇസ് മീൻസ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്ന്, ആ മീഡിയത്തിലെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുവഴി പോകുന്ന കളറിൻ്റെ വേവ് ലെങ്ത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തൊട്ട് മുമ്പ് പറഞ്ഞപ്പോൾ ഈ λ1 ബൈ λ2 എന്ന് പറഞ്ഞത്. ഈ λ1ഉം λ2ഉം വേവ് ലെങ്ത് ആണ്. ഈ റിലേഷൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ശരി, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ എന്താ ലോസ് ഓഫ് റിഫ്രാക്ഷൻ പറഞ്ഞത്? ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നോർമലും എല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും. അടുത്ത് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഒരു ഗിവൺ പെയർ ഓഫ് മീഡിയത്തെ സംബന്ധിച്ചിടത്തോളം സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആ രണ്ട് മീഡിയങ്ങൾക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻറ്റിനെ വിളിച്ച പേരാണെന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന സത്യത്തിൽ എന്താണ്? ആ മീഡിയത്തിലെ റിഫ്രാക്ഷൻ എത്രത്തോളം നടക്കുമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ടേമാണ്. അത് സത്യത്തിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ മെഷറാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പോലെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും. അത് കൂടിയാൽ അതുവഴിയുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റിയുടെ കുറവ് ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് നോക്കാം. ഒന്ന്, എന്താണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? നമ്മൾ ലൈറ്റ് രണ്ട് മീഡിയത്തിനിടയിലാണല്ലോ എപ്പോഴും നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്നത്. അതിലൊരു മീഡിയം എന്ന് പറയുന്നത് വാക്യൂം ആണെന്ന് വിചാരിക്കുക. ഒരു മീഡിയം എന്ന് പറയുന്നത് വാക്യൂം ആണെന്ന് വിചാരിക്കുക. അതായത് വാക്യൂം അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? വേണമെങ്കിൽ എയർ എന്ന് പറയാം. എന്തെന്ന് പറയാം? എയർ എന്ന് പറയാം. അതായത് ലൈറ്റ് സഞ്ചരിക്കുന്നത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട്. അതിൽ ഒരു മീഡിയം എന്ന് പറയുന്നത് എയറും മറ്റൊരു മീഡിയം എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്ലാസ് ആയിക്കോട്ടെ. എങ്കിൽ ഗ്ലാസിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും?
എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി ആയിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? സി ബൈ വി. അപ്പോൾ എന്താ സി എന്ന് വെച്ചാൽ? സി എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ വെലോസിറ്റി ഇൻ വാക്യൂം. അത് എത്രയ്ക്ക് ഈക്വലാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡിന് ഈക്വലാണ്. അതായത് ഇപ്പോൾ ഞാൻ പറയാണ് ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.2 ആണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ലൈറ്റ് എയറിൽ നിന്നും ഡയമണ്ടിലേക്ക് പോയപ്പോൾ ഇവിടെ ഉണ്ടായ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഈ പറയുന്ന വാല്യൂ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. വളരെ 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 ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ പലതവണ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഫോർമുലയാണ് n ഈസ് ഈക്വൽ ടു സി ബൈ വി. n is equal to c by v, where c is the velocity of light in vacuum, which is equal to 3 × 10⁸ meter per second. അങ്ങനെയാണെങ്കിൽ എന്താണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഏതെങ്കിലും രണ്ട് മീഡിയത്തിനിടയിലാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് നോൺ ആസ് ദ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെ, ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ ലൈറ്റ് പോകുന്നു ഒരു മീഡിയം, ഞാൻ ഇതിനെ 1 എന്ന് വിളിച്ചു. രണ്ടാമത്തെ മീഡിയത്തിൽ പോകുന്നതിന് ഞാൻ 2 എന്ന് വിളിച്ചു. ഒന്നാമത്തെ മീഡിയത്തിൽ ലൈറ്റിൻ്റെ വെലോസിറ്റി v1 ആണ്, രണ്ടാമത്തെ മീഡിയത്തിൽ ലൈറ്റിൻ്റെ വെലോസിറ്റി v2 ആണ്. ഓക്കെ, ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആണ്, ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 ആണ്. അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 1/v1 ഈക്വൽ ആയിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം എന്തിന് ഈക്വൽ ആയിരിക്കും? 1/v2 ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? അത് 1/v1/1/v2 റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? v2/v1 എന്ന് കിട്ടും. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം ഇസ് ഈക്വൽ ടു v2/v1. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇവിടെ 2 ആണ്. അപ്പോൾ 2 ഇവിടെ വന്നാൽ മുകളിൽ എന്ത് വരും? 1 വരും. ആദ്യം വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മുകളിൽ വരുന്നത്. അല്ല, ഇവിടെ 2 വന്നാൽ ഇവിടെ v1/v2, ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? v2/v1. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്. ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്കും വരും. വാട്ട് വിൽ ബി ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം വെൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് 2.25? അതായത് ഒരു മീഡിയത്തിനകത്തുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 2.5 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വെറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് മാത്രം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്നാണ്. നമുക്കറിയാം അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഫോർമുല എന്താണ്? n ഈസ് ഈക്വൽ ടു സി ബൈ വി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n ഈസ് ഈക്വൽ ടു സി ബൈ വി. വി നമുക്ക് തന്നിട്ടുണ്ട്, കിടക്കുന്നു. അപ്പോൾ എന്താണ് സി? സി നമ്മൾ കാണാതെ പഠിച്ചു വെച്ചോളണം. n ഈസ് ഈക്വൽ ടു സി എത്രയാണ്? അത് കാണാതെ പഠിച്ചു വെച്ചോ. 3 × 10⁸ 2.5 × 10⁸. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം 10⁸ 10⁸ വെട്ടിപ്പോവും. പിന്നെ എന്ത് കിട്ടും? 3/2.5. ഇത് ചെയ്യാൻ എളുപ്പ വഴി മുകളിലും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30/25 എന്ന് കിട്ടും. അല്ലേ, 30/25 5 വെച്ച് കിട്ടും. നമുക്ക് എത്രയാണ്? 6/5 എന്ന് കിട്ടും. നമുക്കറിയാം 6ൽ 5 ഒരു തവണ പോകും. അപ്പോൾ 1, പിന്നെ ഒരു ഡെസിമലാണ്, പിന്നെ ശിഷ്ടം 1, പോയിന്റ് കൊടുക്കുമ്പോൾ 0 വരുമ്പോൾ 5ൻ്റെ പകുതി 2, 1.2 എന്ന് കിട്ടും നമുക്ക്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര കിട്ടും? 1.2 എന്ന് കിട്ടും. ഇങ്ങനത്തെ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ NCERT ബുക്കിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലുകളുടെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് 1-2 ചോദ്യങ്ങൾ റെയിൽവേക്കും SSC പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ 4 മെറ്റീരിയൽ തന്നിട്ട് ഇതിൽ ആരാണ് 4 മെറ്റീരിയൽ തന്നിട്ട് ഇതിലെവിടെയാണ് ലൈറ്റിൻ്റെ വെലോസിറ്റി കൂടുതൽ, ഇതിലേത് മീഡിയത്തിലായിരിക്കും ലൈറ്റിൻ്റെ വെലോസിറ്റി കുറവ്, ഒന്നാമത്തെ മീഡിയത്തിൽ നിന്ന് രണ്ടാമത്തെ മീഡിയത്തിൽ പോയപ്പോൾ എങ്ങോട്ടാണ് ലൈറ്റ് ബെൻഡ് ചെയ്തത് എന്നൊക്കെയുള്ള പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ CGL പരീക്ഷയ്ക്ക് ചോദിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. റെയിൽവേക്ക് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. CHSLനും എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ളത് നോക്കി വയ്ക്കാം. ഒന്ന്, എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതാണ്ട് 1 ഈക്വൽ ആണ്. ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഡയമണ്ട് ആണ് 2.42. അത് കഴിഞ്ഞ് സഫയർ 1.77, റൂബി 1.71. അപ്പോൾ RSD നോർത്ത് വയ്ക്കുക. റൂബി കഴിഞ്ഞിട്ട് സഫയർ കഴിഞ്ഞിട്ട് ഡയമണ്ട്. അപ്പോൾ റൂബി, അത് കഴിഞ്ഞിട്ട് സഫയർ, അത് കഴിഞ്ഞിട്ടാണ് എന്ത്? ഡയമണ്ട് എന്ന് പറയുന്നത്. ഇനി ഫ്ലിൻറ്റ് ഗ്ലാസ്സിൽ ഡെൻസ് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണെങ്കിൽ 1.65, കാർബൺ ഡൈ സൾഫൈഡ് ആണെങ്കിൽ 1.63, റോക്ക് സാൾട്ട് ആണെങ്കിൽ 1.54, കാനഡ ബാൽസം ആണെങ്കിൽ 1.53. കാനഡ ബാൽസം ആണ് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചത്.
ക്രൗൺ ഗ്ലാസ് 1.52, ബെൻസീന് 1.5, ടർപ്പൻറ്റൈൻ 1.47, ഫ്യൂസ്ഡ് ക്വാർട്സ് 1.46, കെറോസിൻ 1.44, ആൽക്കഹോൾ 1.36. ഇത്രയൊന്നും കാണാതെ പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും കുറവ് ആദ്യം പഠിക്കുക. ഓക്കെ, ഏറ്റവും കുറവ് എയർ, ഏറ്റവും കൂടുതൽ ഡയമണ്ട്. ഡയമണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം പ്രീഷ്യസ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സഫയറും റൂബിയും അതിനേക്കാളും കുറവാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി കാർബൺ ഡയോസൾഫൈഡ് 1.62, റോക്ക് സാൾട്ട് 1.54, കാനഡ ബാൽസം 1.53. അതെങ്ങനെയും ഓർത്ത് വെച്ചോളണം. ഈ ഇത്രയാണ് നമുക്കൊരു വിഷയം. 1, 2, 3 തവണ റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് പോവുക. ഒരുവിധം ഓർമ്മയിരിക്കും. എപ്പോഴും നമുക്ക് തന്നിട്ടുള്ള മീഡിയത്തിനകത്ത് ഒന്നുകിൽ എയർ ഉണ്ടാവും, ഡയമണ്ട് ഉണ്ടാവും. ഇത് രണ്ട് മിക്കവാറും കാണും. അപ്പോൾ അത് കൂടുതലും കുറവും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയാൽ ഇടയ്ക്കുള്ളത് ഈവൻ മിസ്സായാൽ പോലും ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ഉത്തരത്തിൽ എത്താനായിട്ട് പറ്റും. എങ്കിലും ഈ ടേബിൾ ഒന്ന് പഠിച്ചു വയ്ക്കാൻ പറ്റുന്നവർ പഠിച്ചു വെച്ചു. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോൾ ഇത്രയും പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കഴിയുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇനി വരുന്ന ഭാഗം എന്ന് പറയുന്നത് ലെൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ എന്താണ് ലെൻസ് എന്ന് വെച്ചാൽ ഞാൻ ഈ കണ്ണ് വെച്ചിരിക്കുന്ന സാധനം അല്ലെങ്കിൽ മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിക്കുന്ന സാധനം എന്താണ്? അതൊരു ട്രാൻസ്പാരൻ്റ് ആയ റിഫ്രാക്റ്റിംഗ് മീഡിയമാണ്. അതിൽ രണ്ട് സർഫസ് ഉണ്ടായിരിക്കും. ഓക്കെ, സ്പെറിക്കലോ സിലിണ്ടറിക്കലോ ആയിരിക്കും ഒന്നൊന്ന് പറയുന്നത്. അതായത് രണ്ട് സർഫസ് ഉള്ള, അതായത് എന്താണ്, ദാ ഇങ്ങനെ ഇരിക്കുന്ന ഒന്ന് ഇതൊരു ലെൻസ്, ദാ ഇങ്ങനെ ഇരിക്കുന്ന ഒന്ന് ഇതൊരു ലെൻസ്, ദാ ഇങ്ങനെ ഇരിക്കുന്ന ഒന്ന് ഇതൊരു ലെൻസ്, ഇങ്ങനെ ഇരിക്കുന്ന ഒന്ന്, ഇതൊക്കെ എന്താണ്, ലെൻസാണ്. അതായത് രണ്ട് സർഫസ് ഉണ്ടാവണം മിനിമം, അത് ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം, അത് റിഫ്രാക്റ്റ് ചെയ്യണം. ഓക്കെ, രണ്ട് സർഫസ് ഉള്ള ട്രാൻസ്പാരൻ്റ് ആയ റിഫ്രാക്റ്റിംഗ് ആയിട്ടുള്ള വസ്തുക്കളാണ് എന്ത്, ലെൻസ് എന്ന് പറയുന്നത്. ലെൻസ് രണ്ട് തരമാണുള്ളത് മെയിനായിട്ട്, കോൺവെക്സും കോൺകേവും. കോൺവെക്സും കോൺകേവും. ഇതാ ഇങ്ങനെ വരയ്ക്കുന്നത് കോൺവെക്സ്, ഇത് ഇങ്ങനെ വരയ്ക്കുന്നത് കോൺകേവ്. മിററിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പഠിച്ചാൽ മതി. കാരണം നമുക്കറിയാം കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് ഡൈവേർജിങ് ആയിരുന്നു, പക്ഷേ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് കൺവേർജിങ് ആണ്. എന്ന് വെച്ചാൽ ഇതിലോട്ട് വരുന്ന റേസിനെ എന്ത് ചെയ്യും, അകത്തേക്ക് കൊണ്ടുവരും, അകത്തേക്ക് കൊണ്ടുവരും, അകത്തേക്ക് കൊണ്ടുവരും. അതാണ് കൺവേർജിങ്. കോൺകേവ് മിറർ എന്ന് പറയുന്നത് കൺവേർജിങ് ആയിരുന്നു, പക്ഷേ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡൈവേർജിങ് ആണ്. എന്ന് വെച്ചാൽ വരുന്ന ലൈറ്റ് റേസിനെ പുറത്തേക്ക് വിടും, വരുന്ന ലൈറ്റ് റേസിനെ പുറത്തേക്ക് വിടും. ഓക്കെ, നോക്കാം. ഫസ്റ്റ് കോൺവെക്സ്. കോൺവെക്സിൻ്റെ പ്രത്യേകത എന്താണ്? കോൺവെക്സ് ലെൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് കോൺവെക്സ് ലെൻസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അതായത് എഡ്ജിൽ തിന്നും നടുക്ക് വലുതും അല്ലേ, മിഡിലും എന്താണ് തിക്കും, എഡ്ജസിൽ തിന്നുമായി വരുന്ന ഗ്ലാസ്സുകളാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഈ കോൺവെക്സ് ലെൻസ് രണ്ട് ടൈപ്പാണുള്ളത്, ബൈ കോൺവെക്സും പ്ലാനോ കോൺവെക്സും. രണ്ട് വശത്തും കർവ് ഉണ്ടെങ്കിൽ അത് ബൈ കോൺവെക്സ്, ഒരു വശത്ത് മാത്രം കർവ് ഉണ്ടെങ്കിൽ അത് പ്ലാനോ കോൺവെക്സ്. ഇനി രണ്ട് തന്നെ ആയാലും ഇതെന്താണ്, ഇതെപ്പോഴും കൺവേർജിങ് ആണ്. ഇതെപ്പോഴും എന്താണ്, കൺവേർജിങ് ആണ്. ലൈറ്റ് റേസിനെ അകത്തേക്ക് കൊണ്ടുവരും, ലൈറ്റ് റേസിനെ അകത്തേക്ക് കൊണ്ടുവരും. ഉപയോഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഫാർ സൈറ്റഡ്നെസ് എന്ന് പറയുന്ന അസുഖം, ലോങ് സൈറ്റ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ആ അസുഖത്തിൻ്റെ കറക്റ്റ് പേര് ഹൈപ്പർ മെട്രോപ്പിയ എന്നാണ്. നമ്മളത് കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കും. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, മാഗ്നിഫയിങ് ഗ്ലാസ് പോലെയുള്ള വസ്തുക്കളിൽ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. ക്യാമറ ലെൻസിലും നമ്മൾ എന്ത് ചെയ്യും, കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കും. ഇനി കോൺകേവിലോട്ട് വരുമ്പോൾ നേരെ തിരിച്ച്, നേരെ ഓപ്പോസിറ്റ്, രണ്ട് വശവും തിരിച്ചു വരും അല്ലേ. നടുക്ക് തിന്നും, നടുക്ക് തിന്നും, എഡ്ജസിൽ തിക്കുമായി വരുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. ഇതെപ്പോഴും എന്തായിരിക്കും, ഒരു ഡൈവേർജിങ് ലെൻസ് ആയിരിക്കും. രണ്ട് തരമുണ്ട്, ബൈ കോൺകേവും പ്ലാനോ കോൺകേവും. ഈ കാണുന്നത് ബൈ കോൺകേവ്, ഇനി ഒരു വശം മാത്രമേ ഉള്ളൂവെങ്കിൽ അത് പ്ലാനോ കോൺകേവ്. ഇതാണ് എന്താ ലെൻസുകളെന്ന് പറയുന്നത്. ബേസിക് ആണ്. ഉപയോഗത്തിലൊന്ന് ഷോർട്ട് സൈറ്റ് അഥവാ മയോപ്പിയുടെ ട്രീറ്റ്മെൻറ്റിന് കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. ഇത് പ്രീവിയസ് ആണ്. ഹൈപ്പർ മെട്രോപ്പിയും മയോപ്പിയയ്ക്കും ട്രീറ്റ്മെൻറ്റിന് ഏത് ലെൻസ് ഉപയോഗിക്കുന്നു എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ ടെലസ്കോപ്പിൻ്റെ ഐ പീസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കോൺകേവിൻ്റെ യൂസ്. ഇന്ന് ഇത്രയും മതി. ഞാൻ പറഞ്ഞല്ലോ ഒരു 20-25 മിനിറ്റ് അത്രയും നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ, അതുപോലെ ഈ കണ്ണിൻ്റെ അസുഖങ്ങൾ, ആ കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.